പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്താൽ അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ നാം അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് മറ്റേതു മാസങ്ങളെക്കാൾ അധികം കൂടുതൽ ഉത്സാഹപൂർവ്വം എത്തിമുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായകമായ എല്ലാ സന്ദർഭങ്ങളെയും അതിൽ സന്തോഷിക്കേണ്ടതിനെ സന്തോഷിക്കുകയും ദുഃഖിക്കേണ്ടതിനെ ദുഃഖിക്കുകയും ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിത സംഭവങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ജന്മദേശമായ മക്കയുടെ 4 അതിരുകൾക്കുള്ളിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റിസാലത്തുമായി കടന്നു വന്ന് തികച്ചും അധാർമികതയിൽ മുങ്ങിക്കുളിച്ച സമൂഹത്തോട് അള്ളാഹുവിൻ്റെ വിശുദ്ധ സന്ദേശം പ്രബോധനം ചെയ്തപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ശത്രുക്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് 40 വയസ്സുവരെയും മുഖത്തു നോക്കി സത്യസന്ധ അൽ അമീനെ എന്ന് വിശ്വസ്ത എന്ന് വിളിച്ച ആ സമൂഹം തന്നെ സത്യം ഉൾക്കൊള്ളാൻ സന്നദ്ധമല്ലാത്ത കാരണത്താൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായിരുന്നു ഹിജറ എന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹിജറയ്ക്ക് മുമ്പും ശേഷവുമെന്ന് പ്രവാചക ചരിത്രം 2ആയി വേർപിരിയുന്നുണ്ട്, നെടുകെ പിളർക്കപ്പെടുന്നുണ്ട്. ആ ഹിജറ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ മുമ്പിൽ നബിയായി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നാട് വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ നേരത്തെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ പ്രബോധകന്മാരെ പറഞ്ഞയച്ച് മണ്ണൊരുക്കിയിരുന്ന, അതുപോലെ തന്നെ അവിടുത്തെ ഔസ് ഖസ്റജ് ഗോത്രക്കാരുമായി ഹജ്ജിൻ്റെ വേളയിൽ അവിടുന്ന് നടത്തിയ സന്ധി സംഭാഷണങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരു സന്ദേശത്തെ നുബൂവത്തിനെ സ്വീകരിക്കാൻ സന്നദ്ധമായ മദീനയിലെ തൻ്റെ പ്രിയപ്പെട്ട അനുയായികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ മദീനയുടെ കവാടത്തിൽ, നഗര കവാടത്തിൽ വെച്ച് സ്വാഗതം ചെയ്തതും ആഘോഷത്തിമിർപ്പുകളോടെ ആനന്ദാതിരോഗത്തോടെ ഏറ്റുവാങ്ങിയതും ലോകചരിത്രത്തിൽ നിസ്തുലമായി ഇടം പിടിച്ച ഒരു സംഭവമാണ്. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സന്തോഷ സന്ദർഭങ്ങളെ വളരെ നല്ല നിലയിൽ ആഘോഷിക്കുകയും ആനന്ദിക്കുകയും അതിലവർ തങ്ങൾക്കാവുന്ന വിധത്തിലെല്ലാം സന്തോഷം പങ്കിടുകയും ചെയ്തു എന്നാണ് അത് തെളിയിക്കുന്നത്. ലോകചരിത്രത്തിൽ വിഖ്യാതമായ ആ ഗാനം പിറന്നു വീണത് ആ നിമിഷങ്ങളിലാണ്. തല അൽ ബദുറു അലൈന, തല അൽ ബദുറു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംരിൽ മുത്താഅ. അക്കാലം മുതൽ ഇക്കാലം വരെ പ്രവാചക പ്രേമികൾ എപ്പോഴും പാടി ആനന്ദിക്കുന്ന, ആഘോഷിക്കുന്ന മഹാഗാനത്തിൻ്റെ പിറവി സഹാബാക്കളുടെ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ കണ്ഠനാളങ്ങളിലൂടെ അടർന്നു വീണത് പരിശുദ്ധ ഹിജറയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ മദീന നഗരാതിർത്തിയിൽ വെച്ചവർ സ്വീകരിക്കുമ്പോഴാണ്. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനം, ഹിജറ, മരണം, ഈ 3 സംഭവങ്ങൾക്കും റബീഉൽ അവ്വൽ സാക്ഷിയായപ്പോൾ നമ്മൾ ആ റബീഉൽ അവ്വലിനെ പ്രത്യേകമായി ഓർത്തുകൊണ്ട് ആ റബീഉൽ അവ്വലിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോട്ടം നടത്തുന്നതും അതിലെ സന്തോഷ നിമിഷങ്ങളെ നമ്മളും ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നതും ഒരു തെറ്റായ കാര്യമല്ല. തെറ്റായ വഴികൾ നാം അതിൽ സ്വീകരിച്ചില്ല എങ്കിൽ, തെറ്റായ അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കിയ വഴികളിലൂടെ അല്ല എങ്കിൽ അവിടുത്തെ സന്തോഷ പ്രകടനങ്ങൾക്ക് സ്ഥാനമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലെ നിർണായക സമയങ്ങളെല്ലാം അതിൻ്റെ മുഴുവൻ വൈകാരികതയോടും കൂടിയാണ് സഹാബാക്കൾ സ്വീകരിച്ചത്, ഹിജറയെ ആഘോഷത്തോടെ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ അത് മരണമാണ്, വഫാത്താണ്. നമുക്കൊക്കെ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ നമ്മളെന്താ ചെയ്തത്? നമ്മുടെ സഹാബാക്കൾ എന്താ ചെയ്തത്? അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായ സംഭവം സഹിക്കവയ്യാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖുർആനിൻ്റെ കൽപ്പന എന്ത് എന്ന് ശ്രദ്ധിക്കാൻ കഴിയാതെ, ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ
അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ അലാ അഖിബൈഹി ഫലൻ യദുറുല്ലാഹ ശൈആ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ വധിക്കപ്പെട്ടാൽ പോലും നിങ്ങൾ പരിശുദ്ധ ദീനിൽ നിന്ന് പിന്തിരിയുകയോ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു മനുഷ്യനാണ്, മരിക്കേണ്ടയാളാണ്. മരിക്കാതെ ജീവിക്കുന്ന ഹയ്യുൻ ലാ യമൂത്തല്ല എന്ന് വളരെ കൃത്യമായി ഖുർആൻ അവരെ പഠിപ്പിക്കുമ്പോൾ പോലും അതിവൈകാരികതയിൽ അതെല്ലാം മറന്നിട്ട് മഹാനായ തൻ്റെടിയും ധീരനിൽ ധീരനുമായ വില്ലാളി വീരനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളുടെ നടുവിലേക്ക് ശക്തമായി ഇറങ്ങി വന്നുകൊണ്ട് വാളൂരി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകനെങ്ങാനും മരിച്ചെന്ന് വല്ലവനും പറഞ്ഞാൽ അവനെ ഞാൻ ഈ വാളിനെ ഇരയാക്കി കളയുമെന്ന്. ഇത് ഉമർ പറഞ്ഞതാ, ഖുർആനിൽ അങ്ങനെ പറയാനില്ല. റസൂലുള്ളാഹി വഫാത്തായാൽ അത് പറഞ്ഞ ആളെ വെട്ടിക്കൊല്ലണമെന്ന് ഖുർആനിലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുമില്ല. പക്ഷേ അത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ അടക്കി വയ്ക്കാനാവാത്ത പ്രകടനമാണ്. അതിനെ പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാതിരിക്കുന്നില്ല. പക്ഷേ അത് അവിടെ പരാമർശിച്ചത് റസൂല് മരിച്ചു എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അത് തിരുത്തിക്കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഈ സമുദായത്തിലെ പ്രവാചകന്മാരിന് ശേഷം ഏറ്റവും ഉജ്ജ്വല വിശ്വാസിയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞതെന്താണ്? അവിടെ ഇടപെട്ടുകൊണ്ട് ഈ ആയത്തോതിയിട്ട് പറഞ്ഞു, ഏ ഉമറേ, അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ ഇതാ മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു, വഫാത്തായിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കാന അല്ലാഹ വഹദഹു ഹയ്യൻ ലാ യമൂത്ത്, മരിക്കാത്ത എന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനെയാണ് ആരെങ്കിലും ആരാധിച്ചതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, ആ അള്ളാഹ് മരിക്കാതെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാശ്ചാത്യ ചിന്തകൻ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ ഒന്നാം ഉത്തരാധികാരിയായ പ്രവാചകൻ്റെ ഒന്നാം ഉത്തരാധികാരിയായ അബൂബക്കർ സിദ്ദീഖ് പ്രവാചകൻ മരിച്ചു എന്നതിൻ്റെ പേരിൽ മതപരിത്യാഗത്തിലേക്ക് സഹാബാക്കളാണെന്ന്, മുസ്ലിമാണെന്ന് അവിടെ അറിയപ്പെട്ടവർ വഴിമാറിക്കൊണ്ടിരുന്നപ്പോൾ സമുജ്വലമായ ഒരു പ്രഭാഷണത്തിലൂടെ അബൂബക്കർ സിദ്ദീഖ് ആ മതപരിത്യാഗ ഭ്രാന്തിൻ്റെ കഥ കഴിച്ചു. മതപരിത്യാഗ ഭ്രാന്തിൻ്റെ കഥ കഴിച്ചു എന്നാണ് യൂറോപ്യൻ ചിന്തകന്മാർ എഴുതിയിരിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനം, ഹിജറ, വഫാത്ത്, ഈ മൂന്ന് കാര്യങ്ങളിൽ സഹാബാക്കളുടെ മുമ്പിൽ വന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. സഹാബാക്കളുടെ മുമ്പിൽ വന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ആ രണ്ടിടത്തും അവർ വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ട്. ഒന്ന് സന്തോഷത്തിൻ്റെ വൈകാരികത, മറ്റൊന്ന് വേദനയുടെ വൈകാരികത. അങ്ങനെ പ്രതികരിക്കാതെ സഹാബാക്കൾ ഇരുന്നിട്ടില്ല. പിന്നെ എന്തേ റസൂലുള്ള ജനിച്ച സമയത്ത് സഹാബാക്കളില്ല? അത് തന്നെ കാര്യം. റസൂലുള്ള ജനിക്കുന്നത് നബിയായിട്ടാണെന്ന് അവർക്ക് അറിയാനും പാടില്ല. പക്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന നാട്ടിലെ പ്രമുഖനായ അബ്ദുൽ മുത്തലിബിൻ്റെ പൊന്നുമോൻ അബ്ദുള്ളയ്ക്ക് കുഞ്ഞു പിറന്നു എന്നറിഞ്ഞപ്പോൾ ആ നാടും നാടാദികളും കുടുംബാദികളും ഒക്കെ ആഘോഷിച്ചത് വേറെ വഴി. പക്ഷേ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ ആഘോഷം സഹാബാക്കൾ കാണിച്ചില്ല? ജനിച്ചപ്പോൾ സഹാബിയില്ല, മരിച്ചപ്പോൾ സഹാബാക്കളുണ്ട്. അവർ വേദനയുടെ വികാരം അളവിലധികം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള അവരുടെ മുമ്പിലേക്ക് ഹിജറ ചെയ്തു വന്നപ്പോൾ അവരതിൻ്റെ ആഘോഷം പാട്ടുപാടി ആനന്ദിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർമ്മകളിൽ നമ്മൾ സന്തോഷം പങ്കുവയ്ക്കുന്നതും അനുവദിക്കപ്പെട്ട അളവിൽ ആ സന്തോഷം അത് നമ്മൾ പങ്കിടുന്നതും ഒക്കെ, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ വേദനകൾ എടുത്തു പറഞ്ഞ് പലപ്പോഴും കരയും സമുദായം. അതൊന്നും തെറ്റല്ല. ഞങ്ങളൊക്കെ ദർസുകളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബഹുമാന്യരായ ഉസ്താദുമാർ ആ വഫാത്തിൻ്റെ കഥ പറയുമ്പോൾ കണ്ണീരൊഴുക്കി പൊട്ടിക്കരഞ്ഞ് അവസാനം ക്ലാസ് അവസാനിപ്പിച്ച് പലപ്പോഴും എഴുന്നേറ്റ് പോവുകയാണ് പതിവ്. പാടില്ല. ഇത് പാടില്ലെങ്കിൽ പിന്നെന്ത് നബിയാ? പിന്നെ ഈ നബിയോട് നിനക്കെന്ത് സ്നേഹമാ? നബിയോട് സ്നേഹത്തിൻ്റെ വൈകാരികത നിനക്കില്ലെങ്കിൽ, നബിയോട് നിനക്ക് ആ വേർപാടിൻ്റെ ഓർമ്മകളിൽ നീ വിതുമ്പുന്നില്ലെങ്കിൽ നീ എന്ത് നബി സ്നേഹിയാണ്? ഇത് സഹാബാക്കൾ ചെയ്തതല്ലെന്ന് ആര് പറഞ്ഞു?
ഇത് സഹാബാക്കൾ ചെയ്തില്ലെന്ന് ജനനത്തിൽ കാണാത്തത് ജനിക്കുമ്പോൾ ഒരു സഹാബിയുമില്ല, ഒരു മുസ്ലിമുമില്ല. മുസ്ലിം അല്ലാഞ്ഞ ആളുകൾ മുഹമ്മദ് എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ജനനത്തിൽ സന്തോഷിച്ചതിൻ്റെ കഥകൾ വേറെ കിടപ്പുണ്ട്, അത് നമ്മൾ മാതൃകയാക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായിട്ടാണ് ജനിച്ചത് എന്നറിയുകയും അപ്പോൾ നബിയുടെ അനുയായികളായ മുസ്ലിമീങ്ങൾ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്താൽ ആ നബിയുടെ ജനനത്തെ അവർ ആഘോഷിക്കുമായിരുന്നില്ലേ? തീർച്ചയായും ആ ജനനത്തെ അവർ ആഘോഷിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തെങ്കിലും ആഘോഷത്തിൻ്റെ പേരിൽ പലപ്പോഴും കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളുടെ പേരിൽ നമുക്ക് വിയോജിപ്പുണ്ട്. ഞാൻ വന്ന വഴിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകളുടെ പേരിലുള്ള മനോഹരമായ വിളംബര ജാഥകൾ കണ്ടു. മദ്രസ വിദ്യാർത്ഥികളുടെ വഴിയോരങ്ങളിൽ മുഴുവൻ നിറഞ്ഞ്. ഞാൻ പലയിടത്തും നിർത്തി സാവകാശമാണ് വന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് അരിതായികകളും കണ്ടു എന്ന് പറയാതിരിക്കാൻ വയ്യില്ല. 10, 15, 17 വയസ്സായ പെൺകുട്ടികളെ ലോറിപ്പുറത്ത് കയറ്റി നിർത്തിക്കൊണ്ട് കൊട്ടിപ്പാടിക്കൊണ്ട് യാത്ര ചെയ്യുന്ന കാഴ്ചയും കണ്ടു. ഞാൻ പറഞ്ഞത്, വേണ്ടാത്തതിന് പച്ചക്കൊടി കാണിക്കുകയല്ല നാം ചെയ്യുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർമ്മകളിൽ എപ്പോഴും സന്തോഷിക്കുക, അത് ജനനത്തിൽ സന്തോഷിക്കുക, ഹിജ്റയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നാം സന്തോഷം പങ്കുവയ്ക്കുക, വഫാത്തിൻ്റെ ഓർമ്മകളിൽ നാം വിതുമ്പുക. ഇതൊക്കെ സഹാബാക്കളുടെ മാതൃകയാണ്. അതിനൊക്കെ ഞാൻ പറഞ്ഞത്, ഇത് ചെയ്തേ തീരൂ എന്ന കൽപ്പനയില്ല റസൂലിൻ്റെ. ഇത് ചെയ്തേ തീരൂ എന്ന് ഖുർആനിൻ്റെ ശാസനയില്ല. അതുകൊണ്ട് തന്നെ ശാസന വെച്ചല്ല, സ്നേഹത്തിൻ്റെ ബഹിസ്ഫുരണമാണത്. സ്നേഹിക്കണമെന്നുള്ളത് അള്ളാഹുവിൻ്റെ ആജ്ഞയാണ്. റസൂലിനെ സ്നേഹിച്ചേ പറ്റൂ. റസൂൽ സ്നേഹം അളവിൽ കുറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ചില വസ്തുക്കളോടുള്ള സ്നേഹത്തിൻ്റെ അളവിൽ കൂടിയാൽ അപകടമാണ്. ഓർത്തോളൂ, അത് വരാതിരിക്കണമെങ്കിൽ റസൂലിനോടുള്ള സ്നേഹം മറ്റെന്തിനേക്കാൾ അധികമാകാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്യണം. അതെന്താണോ അത് അതൊന്നും ചെയ്യാതെ റസൂലിനെ കുറിച്ച് സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാതെ റസൂല് സ്നേഹം വരുമെന്ന് നാം കരുതുന്നെങ്കിൽ തെറ്റാണ്. അള്ളാഹു പറയുന്നു, ഖുൽ പറയുക നബിയെ, ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാരെങ്ങാനുമായി പോയാൽ, വാബ്നാഉക്കും, നിങ്ങളുടെ സ്വന്തം മക്കളും, വൈഖ്വാനുക്കും, നിങ്ങളുടെ ഉമ്മ പെറ്റ സ്വന്തം സഹോദരങ്ങളും, അഷീറത്തുക്കും, നിങ്ങളുടെ ഉറ്റവരുടയവർ ബന്ധുമിത്രാദികളും, വഅസ്വാജുക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ട ആയിത്തീർന്നാൽ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ധനവും ആയിപ്പോയാൽ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം വരുമോ എന്നെപ്പോഴും നിങ്ങൾ ആശങ്കിക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങളും ആയിപ്പോയാൽ, വമസാകിനു തർളൂനഹ, നിങ്ങൾ ഏറ്റവും അധികം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളും ആയിപ്പോയാൽ, ഈ 5 കൂട്ടവും 3 കൂട്ടവും മനുഷ്യരൂപത്തിലുള്ള ഈ 5 വിഭാഗം ആളുകളും, അതുപോലെ തന്നെ മറ്റ് വസ്തുവകകളായുള്ള ഈ 3 വസ്തുക്കളും എങ്ങാനും ആയിപ്പോയാൽ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും അവൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാളും സമരം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്കെങ്ങാനും നിങ്ങളുടെ വാപ്പയോ മകനോ ഭാര്യയോ സഹോദരങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ കച്ചവടമോ നിങ്ങളുടെ ഭവനമോ നിങ്ങളുടെ സമ്പത്തോ പ്രിയങ്കരമായി പോയാൽ, അള്ളാഹുവിനേക്കാൾ റസൂലിനേക്കാൾ, റസൂൽ ദീനിൻ്റെ വഴിയിൽ സമരം ചെയ്യുന്നതിനേക്കാൾ എങ്ങാനും എപ്പോഴും പ്രിയപ്പെട്ടതായി പോയാൽ പ്രശ്നമാണത്. എന്താ അടുത്ത വാക്ക്? അങ്ങനെ ആകാതെ നോക്കണ്ടേ? അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ശരിയായ രൂപത്തിൽ ചെയ്യണ്ടേ? റസൂലിനെ മറ്റെന്തിനേക്കാൾ കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ റസൂലിനെ റോൾ മോഡലായി കണ്ട് റസൂലിനോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ കുത്തിവെക്കാൻ ആവശ്യമായ എന്ത് പദ്ധതിയാണ് നമ്മൾ ചെയ്തത്? അപ്പോൾ അങ്ങനെയുള്ള ചില പദ്ധതികളൊക്കെ ചിലർ ചെയ്യുമ്പോൾ അതിനകത്ത് വീഴ്ചകളുണ്ടെങ്കിൽ അതിൽ നല്ലതെടുക്കുക, അല്ലാത്തത് തള്ളുക. അതല്ലാതെ ചെയ്യുന്നതിനെ പാടെ എതിർക്കുകയല്ല വേണ്ടത്. ഇതിൽ നല്ലതെടുക്കുക, തെറ്റിനെ തെറ്റാന്ന് പറയുക. റസൂലിൻ്റെ മദ്ഹ് കീർത്തനങ്ങളുടെ ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങളിൽ പോയി.
തിരുവനന്തപുരത്ത് പോയി, കാസർഗോഡ് പോയി, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായിരുന്നു. കൊല്ലത്ത് പോയി, അതുപോലെ തന്നെ കോട്ടയത്തായിരുന്നു, കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ആയിരുന്നു. ഇനിയിപ്പോൾ നാളെ തൊടുപുഴയിൽ ബഹുമാന്യനായ പ്രവാചക പ്രകീർത്തനത്തിൻ്റെ നല്ല ഒരു മാതൃകയായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാനും അതിൽ പങ്കാളിയാണ്. അത് സംഘടിപ്പിക്കുന്നത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആണ്. കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ സാഹിബ് പങ്കെടുക്കുന്നുണ്ട്, നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയുണ്ട്. അതിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെ ക്ഷണിച്ചിട്ടുണ്ട്, എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പോയി കൂടും. എന്താ അതിനർത്ഥം? റസൂലിൻ്റെ സ്നേഹപ്രകടനത്തിൻ്റെ റബീഉൽ അവ്വലിൻ്റെ പേരിൽ റസൂലിനെ വിളംബരം ചെയ്യാനുള്ള ഒരു സുവർണാവസരമാണ്, നമ്മുടെ മക്കൾക്ക് റസൂലിനെ സ്നേഹിക്കാനുള്ള ഒരു അവസരമാണതെന്ന് കണക്കാക്കി റസൂലിനെ അവതരിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രബോധക മനസ്സുള്ള എല്ലാവരും അതിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ട് റസൂല് ചർച്ച ചെയ്യുന്ന ഒരു നല്ല സമയമാ, പറ്റിയ സമയമാ എന്നതിനെ കാണുക എന്നതിനപ്പുറത്ത് അതിൻ്റെ തെറ്റുകളെ തിരുത്തുക എന്നതിനും അപ്പുറത്ത്, ഞാൻ പറഞ്ഞല്ലോ, ലോറിപ്പുറത്ത് പെമ്പിള്ളേരെ കയറ്റി നിർത്തിക്കൊണ്ട് റസൂൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പുണ്യ റസൂലിൻ്റെ മുഖത്തടിക്കുന്നതിന് തുല്യമല്ലേ? അള്ളാഹു അത്തരം സ്നേഹപ്രകടനക്കാരിൽ നമ്മളെ കാക്കുമാറാകട്ടെ. തെറ്റുണ്ട്, തീർച്ചയായും തെറ്റുകളുണ്ട്. പക്ഷേ ശരിക്കു വേണ്ടി തുടങ്ങിയതാണ്. നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് വന്നപ്പോൾ അത് തെറ്റായി മാറുന്നു എന്ന് മാത്രം. തെറ്റുകൾ തിരുത്തുക, ശരികളെ നിലനിർത്തുക, അങ്ങനെയാണ് ഈ റസൂൽ സ്നേഹം ഈ ഉമ്മത്തിൻ്റെ മനസ്സിൽ വല്ലാതെ ഇടം പിടിച്ചത്. റസൂലിനെ പോലെ താടി വളർത്തുന്ന, റസൂലിനെ പോലെ തൊപ്പിവെക്കുന്ന, റസൂലിനെ പോലെ വേഷം ധരിക്കുന്ന, റസൂലിനെ പോലെ തുപ്പുന്ന, റസൂലിനെ പോലെ മൂത്രമൊഴിക്കുന്ന, റസൂലിനെ പോലെ മുടി വളർത്തുന്ന, റസൂലിനെ പോലെ വേഷം ധരിക്കുന്ന ലോകമുണ്ടായത് എങ്ങനെയാ? വെറുതെ ഉണ്ടായതാ? ഇതിങ്ങനെ നിരന്തരമായ ചർച്ചകളിലൂടെ രൂപപ്പെടേണ്ടതാണ്, കീർത്തനങ്ങളിലൂടെ രൂപപ്പെടേണ്ടതാണ്. അത് അള്ളാഹുവിൻ്റെ പദ്ധതിയാണ്. അതിന് നമ്മൾ ഒത്തു നിൽക്കണം. റസൂലിൻ്റെ കീർത്തനം ഒരു പടച്ചവൻ്റെ പദ്ധതിയാണ്. അള്ളാഹു പരിശുദ്ധ സൂറത്തിൽ ഇൻഷിറാഹിൽ പറയുന്നത് എന്താ? റസൂലിനെ അഭിസംബോധന ചെയ്യുന്ന നമ്മൾ എപ്പോഴും ഓതാറുള്ള സൂറകളല്ലേ നബിയെ? വറഫഅനാ ലക ദിക്റക് അലം നശ്റഹ് ലക സദ്റക്. മറ്റാർക്കും തുറന്നു കിട്ടാത്ത വിധത്തിൽ അങ്ങയുടെ മാനസത്തെ നാം തുറന്നു വെച്ചില്ലേ നബിയെ? ലോകത്താർക്കും ഉൾക്കൊള്ളാനാവാത്ത കഥകളി ലോകത്തോട് അന്നേ പറയാൻ മാത്രം അങ്ങയുടെ മനസ്സ് പാകപ്പെട്ടില്ലേ നബിയെ? അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക. അങ്ങയുടെ മുതുവടിക്കുന്ന ഭാരം അല്ലാഹു തആല ഇറക്കി വെച്ചില്ലേ നബിയെ? എത്ര പ്രയാസകരവും ക്ലിഷ്ടത നിറഞ്ഞതും കെട്ടതരവുമായ ഘട്ടങ്ങളിലൂടെ, മടുവടിക്കുന്ന വേദനകളിലൂടെ കടന്നുപോയി. അതെല്ലാം ഇറക്കി തന്നില്ലേ നബിയെ? ആദ്യ നാളുകളിൽ അങ്ങ് വിചാരിച്ചുവോ ഇതൊക്കെ സംഭവിക്കുമെന്ന്? അലം നശ്റഹ് ലക സദ്റക്. ലോകത്താർക്കും ഉൾക്കൊള്ളാനാവാത്ത ബൈബിൾ പറഞ്ഞതുപോലെ ഇനിയും പലതും പറവാനുണ്ട്. യേശു പറഞ്ഞു നബിയുടെ വരവിനെ കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, എൻ്റെ കൈവശമുണ്ട് ബൈബിളിൽ, ഞാനത് ഇന്നലെയും വായിച്ചതാണ്. ഇനിയും പലതും പറവാനുണ്ട്. യേശു പറയുക, ഞാൻ പോകുന്നത് കൊണ്ട് ദൈവികമായ സന്ദേശം ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും പലതും പറവാനുണ്ട്. എൻ്റെ സിമ്പിൾ ലോജിക്ക് എന്താണ്? ഇനിയും യേശുവിന് പലതും പറയാനുണ്ടെന്നാണ്. പക്ഷേ വഹിപ്പാൻ നിങ്ങൾക്ക് ശേഷിയില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, കുറെ കൂടെ ലോകം വളർന്നിട്ട് പറഞ്ഞാലേ കാര്യമുള്ളൂ. എന്നാലും ലോകത്തിന് വഹിപ്പാൻ ശേഷി ഉണ്ടാകുമെന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് വഹിപ്പാൻ നിങ്ങൾക്ക് ശേഷിയില്ല. എന്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയുണ്ടായി. ഒരു സുന്നത്ത് മുറുകെ പിടിക്കുന്നത് 100 ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുന്ന പ്രവൃത്തിയാകുമെന്ന്. ഒരു സുന്നത്ത്, റസൂലുള്ളാഹിയുടെ ഒരു കൽപ്പന അനുസരിക്കുന്നത് 100 രക്തസാക്ഷിയുടെ. എന്ത് വാക്കാത്? ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അത് പറയാൻ മാത്രം റസൂലുള്ളാഹിയുടെ മനസ്സ് അന്ന് പാകപ്പെടുക എന്ന് പറഞ്ഞാൽ, റസൂലുള്ള എങ്ങനെയാണ് ആ സഹാബാക്കൾ പിൻപറ്റിയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. ഹുദൈബിയ സന്ധിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തമ്പിൽ ഖുറൈശികളുടെ പക്ഷം സംസാരിക്കാൻ വന്ന ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറയുന്നു, ഫഖറജ ഉർവത്തു ഇലാ സ്വഹാബി, തൻ്റെ അനുയായികളുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഫഖാല പറഞ്ഞു, ഐ ഖൗമേ, ജനങ്ങളെ, വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക്ക്, ഞാൻ ധാരാളം രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ഒഫീഷ്യൽ ഡെലിഗേറ്റായി പോയിട്ടുള്ള ആളാണ് ഞാൻ, എല്ലാ രാജാക്കന്മാരുടെയും. വഫത്തു അല കൈസറ, ഞാൻ ബൈസന്റിയൻ ചക്രവർത്തിയായ സീസറിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്. കിസ്റ, സാസാനിയൻ ചക്രവർത്തിയായ പേർഷ്യയുടെ
കിസ്റയുടെ അടുക്കൽ ഞാൻ പോയിട്ടുണ്ട്, രാജാവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പ്രതിനിധിയായി പോയിട്ടുണ്ട്. വൻ നജാഷി, എത്യോപ്യയിലെ രാജാവായിരുന്ന നീഗസ് ചക്രവർത്തിയുടെ അടുക്കലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു വസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബ മുഹമ്മദിൻ മുഹമ്മദാ. ഉർവ ശത്രു വന്നിട്ട് സ്വന്തം അനുയായികളോട് പറയുകയാണ്, പക്ഷെ അവിടെയൊന്നും ഈ രാജകൊട്ടാരത്തിലെ രാജസേവകന്മാർ അവരിലൊന്നും ഞാൻ കണ്ടില്ല. വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു, ഞാനൊരു രാജാവിനെയും കണ്ടില്ല. യുഅല്ലിമു അസ്ഹാബു, അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതായി. മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ, മുഹമ്മദിൻ്റെ അനുയായികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരനുയായിയെയും ഒരു രാജകൊട്ടാരത്തിലും സീസറിൻ്റെ അതുപോലെ തന്നെ കൈസറിൻ്റെ കൊട്ടാരത്തിൽ, നജാഷിയുടെ കൊട്ടാരത്തിലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ള ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയട്ടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇൻ യതഖന്നഖം നുഖാമ, അള്ളാഹുവാണ് അദ്ദേഹം ഒന്ന് കാർക്കിച്ച് തുപ്പിയാൽ ഇത് മനസ്സിലാവില്ല നമുക്ക് കേട്ടോ. യുക്തിക്കതീതമായ സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മഹത്തായ സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ പ്രവാചകനെങ്ങാനും കാർക്കിച്ചൊന്നു തുപ്പിയാൽ ഇല്ലാ വഖഅത് ഫീ കഫ്ഫി റജുലിൻ മിൻഹും, അത് അവരിൽ ആരെങ്കിലും ഒരാളുടെ കൈകളിലേ പതിയൂ, നിലത്ത് വീഴാൻ അവരനുവദിക്കില്ല. ഫദലക ബിഹാ വജ്ഹഹു വജിൽദ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പൗഡർ തേക്കുന്നത് പോലെ മുഖത്തും തൊലിയിലും അവരത് പുരട്ടിക്കളയും. ചെയ്യാൻ റസൂലുള്ള പറഞ്ഞതല്ല, ഹദീസിൽ കാണൂല, ഖുർആനിൽ കാണൂല, കാണുകയേ ഇല്ല. പക്ഷേ അത് സഹാബാക്കൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ റസൂലിനെ അവരെങ്ങനെ സ്നേഹിച്ചു, ആ റസൂലിനോടുള്ള സ്നേഹം അവരുടെ എല്ലാവരെക്കാൾ വലുതാണെന്നതിൻ്റെ അർത്ഥം അവർ കാട്ടിത്തന്നു. വാപ്പയുടെ തുപ്പുനീർ ദേഹത്ത് പുരട്ടുമോ? ഉമ്മയുടെ തുപ്പുനീർ ദേഹത്ത് പുരട്ടുമോ? ഭാര്യയുടെ തുപ്പുനീർ പോലും നാം ദേഹത്ത് പുരട്ടുമോ? സ്നേഹം അതിൻ്റെ മുകളിലാകണമെന്ന് സഹാബാക്കൾ കാട്ടിത്തന്നത് ഇങ്ങനെയാണെന്ന് ഇമാം ബുഖാരി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ വളഞ്ഞു വയ്ക്കുകയൊന്നും വേണ്ട സ്നേഹം. പക്ഷെ അതിര് വിടുമ്പോൾ അരുതരുതെന്ന് ഉറക്കെ പറയണം. ഇത് ധിക്കാരമാണ് റസൂലിനോട് കാണിക്കുന്നത്, തെമ്മാടിത്തമാന്ന് പറയണം, അത് പറയേണ്ടതുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളെ ഒന്ന് പറയുന്നതിനെ, ഒന്ന് പ്രകീർത്തിക്കുന്നതിനെ, പരിശുദ്ധ റബീഉൽ അവ്വലിൽ ആ ജീവിതത്തെ പ്രത്യേകമായി പരാമർശിക്കുന്നതിനെയൊക്കെ നമുക്ക് വെറുക്കാൻ തോന്നുന്നെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഇദാ അമറഹും ഇബ്തദറു അംറഹു, ഞാനീ പറയുന്നതെല്ലാം ഹദീസാണ്, ഞാനീ പറയുന്നതെല്ലാം സഹാബാക്കൾ പറഞ്ഞതാണ്, ഞാനീ പറയുന്നതെല്ലാം ഖുർആനാണ്, റസൂലിനെ കുറിച്ച് പറയുന്നതെല്ലാം ഖുർആനാണ്. എന്താണ് റസൂൽ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? കാന ഖുലുഖുൽ ഖുർആൻ, റസൂൽ ഖുർആനായിരുന്നു സ്വഭാവമെന്ന്. നബിയേ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അങ്ങ് അത്യുത്തമ സ്വഭാവത്തിലാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, റസൂൽ കൊണ്ടുവന്നതെല്ലാം നിങ്ങൾ, റസൂൽ എന്തുമായി വന്നോ അതെല്ലാം നിങ്ങൾ എടുക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, റസൂൽ വിലക്കിയതെല്ലാം നിങ്ങൾ കൈയൊഴിയുക. ഖുർആനാണ്. റസൂലിനെ പറയുന്നത് മുഴുവൻ ഖുർആൻ പറച്ചിലാണ്. റസൂലിനെ പറയുന്നതാണ് ഖുർആൻ പറച്ചിൽ. റസൂലിനെ പറയാതെ പറയുന്ന ഖുർആനേ അല്ല. കാരണം ഖുർആൻ പറഞ്ഞത് റസൂല് കൊണ്ടുവന്നതെല്ലാം എടുക്കൂ, റസൂല് കൊണ്ടുവന്നതെല്ലാം വിലക്കിയതെല്ലാം തള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് റസൂലിൻ്റെ മദ്ഹ് ഇങ്ങനെയാണ് അവർ ചെയ്തത്. ഇദാ അമറഹും ഇബ്തദറു അംറ, ഒരു കാര്യം കൽപ്പിച്ചാൽ അത് പ്രവർത്തിക്കാൻ വേണ്ടി അവർ ഓടിയണയും. വൈദാ തവല്ല അക്കാദു യഖ്തതിലൂന അലാ വളൂഇ, ഒളുവിൻ്റെ വെള്ളം താഴെ വീഴാതെ സ്വന്തം ദേഹത്ത് പുരട്ടാൻ വേണ്ടിയിട്ടവർ മത്സരിക്കും, അടിവീഴുമെന്നാണ് ഹദീസിൽ ഇവിടെ കാണുന്നത്, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ അടിവീഴുമെന്നാണ്. അടിവീഴുമെന്ന് പറഞ്ഞാൽ തിക്കും തിരക്കും കൂട്ടുമെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. വൈദാ തകല്ലമ ഖഫദു അസ്വാതഹും മിൻദ, മിണ്ടിയാൽ പഞ്ചപുച്ഛമടക്കി അവർ കേട്ടിരിക്കും. ഒമാ യഹുദ്ദൂന ഇലൈഹി നളറ തഅളീമല്ല, ആദരവ് കൊണ്ട് കണ്ണുയർത്തി ആരും മുഖത്തേക്ക് നോക്കാറില്ല. അങ്ങനെയുണ്ടോ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? സ്നേഹം ഇങ്ങനെയാണ് സഹാബാക്കൾ കാട്ടിത്തന്നത്. അപ്പോൾ സ്നേഹത്തിന് നാം വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ആഴമുണ്ട്. ആ ആഴത്തിൽ റസൂലിനെ സ്നേഹിച്ച ഒരു സമൂഹത്തിനെ റസൂൽ സൃഷ്ടിച്ച വിപ്ലവം ഈ ലോകത്ത് കൊണ്ടുവരാൻ പറ്റൂ. നമ്മൾ കുറേ ഹദീസും അതുപോലെ തന്നെ ഖുർആനും പഠിച്ചെങ്കിൽ ലോകത്ത് ഇസ്ലാമിൻ്റെ വിപ്ലവം നടത്താൻ വിചാരിച്ച നടക്കാത്തത് റസൂലിനോടുള്ള ആഴത്തിലിറങ്ങിയ ഒരു സ്നേഹവും കൂടി നമ്മുടെ ഉള്ളിൽ വരേണ്ടത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലിനെ പ്രകീർത്തിക്കണം,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈബിൾ പ്രകീർത്തിച്ചു. ഇനിയും പലതും പറവാനുണ്ട്, വഹിപ്പാൻ നിങ്ങൾക്ക് ശേഷിയില്ല. റസൂലുള്ളാഹി എന്തെല്ലാം പറഞ്ഞു? നമ്മൾക്ക് സുന്നത്തെടുക്കാൻ മടിയാകും മുസ്ലിമിന്. ഇങ്ങനെ പ്രവർത്തിച്ച സമുദായത്തോട് പറയുകയാണ്, ലാ തഖൂമു സാഅ നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ്അ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്അ വിലക്കി. ഖസ്അ എന്താണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖസ്അ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഫിയോട് ചോദിച്ചു, മൽ ഖസ്അ? ഖാല യഹ്ലുഖു ബഅ്ള റഅസി സബി. ഒരു കുട്ടിയുടെ പകുതി മുടി വടിച്ചു കളയും, ബാക്കി വടിക്കാതെ വിടും. ഇത് റസൂലുള്ളാഹി വിലക്കി, ഹറാമാക്കി. മുസ്ലിം സമുദായം മുഴുവൻ അത് ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം യുവാക്കൾ മുടി വെട്ടുമ്പോൾ കൃത്യമായും റസൂല് വെറുത്തതുപോലെ മാത്രം വെട്ടുന്ന സമുദായമായി മാറിയില്ലേ? മക്കളെ എങ്ങനെയല്ലേ മുടി വെട്ടിക്കുള്ളൂ? ഈ കാലത്ത് അല്ലാതെ വെട്ടണമെന്ന് മക്കളോട് പറഞ്ഞ അടിമേടിക്കും. അവിടെ അങ്ങനെ ആകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് 100 രക്തസാക്ഷിയുടെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ എന്നെ ഇങ്ങനെ പിൻപറ്റുന്നെങ്കിൽ ഒരു നാൾ വരും, അന്ന് എൻ്റെ സുന്നത്തിനെ എൻ്റെ സമുദായം പുറങ്കാലിനടിക്കുമെന്ന്. അന്നാണ് നിനക്ക് കൂലി കിട്ടുക. അല്ലാതെ വെറുതെ ഒരു സുന്നത്തിനെടുത്ത് അങ്ങനെ 100 ഷഹീദിൻ്റെ കൂലി കിട്ടണേ? അള്ളാഹുടെ ദീനിന് വേണ്ടി മരിച്ച 100 ശുഹദാക്കളുടെ കൂലി ഒരാൾക്ക് ചുമ്മാ കിട്ടുമെന്നാ വിചാരിച്ച്? വെറുതെ വായ്ത്താരി പറഞ്ഞതാ റസൂലുള്ളാഹി? ഇല്ല ഇല്ല. റസൂലിൻ്റെ സുന്നത്തിനെ വെറുത്തും വെറുപ്പിച്ചും അതിൻ്റെ നേർ വിപരീതമായി ജൂതൻ, ഞാൻ ഇസ്രായേലിൽ പോയി, ഇത് കൃത്യമായിട്ട് അവിടെ അതിൻ്റെ ഉത്ഭവം. ജൂതൻ വെട്ടുന്നത് പോലെ തന്നെ നമ്മുടെ കടകളിൽ വെട്ടു. ആ നിലയിൽ നമ്മുടെ മക്കളെ വെട്ടിച്ചു, കുഞ്ഞുമക്കളെ വെട്ടിച്ചു. അങ്ങനെ വെട്ടിക്കുമെന്ന് റസൂലുള്ളാഹി. ഇതിൻ ശറഹു സദറ അലം നഷ്റഹ് ലക സദറക്. നബിയെ 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 അങ്ങേക്ക് നാം അങ്ങയുടെ മനം തുറന്നു തന്നില്ലേ? അങ്ങനെ റസൂലുള്ളാഹി എന്തെല്ലാം പറഞ്ഞു? അത് അന്നേ തുറക്കപ്പെട്ട മനസ്സിൻ്റെ ഉടമയാണ്. ലാ തഖൂമു സാഅ, അന്ത്യനാൾ വരികയില്ല, ഹത്താ യതഖാറബ സമാൻ, അന്നേ തുറന്നു പിടിച്ച മനസ്സുമായി ദൂരദർശിനിയിലോടൊന്നോണം നോക്കി പറഞ്ഞു, കാലം അടുത്തടുത്ത് വരുന്നത് പോലെ സമയം വല്ലാതെ തിക്കുകൂട്ടും, ഇടുക്കമാകും. വതകൂനു സനതുക ഷഹർ, വർഷം മാസം പോലെയാകും. വയകൂനുൽ യൗമുക സാഅ, വയകൂനു സനതുക ഷഹർ വയകൂനുൽ യൗമുക സാഅ, ദിവസം മണിക്കൂർ പോലെയാകും. വതകൂനു സാഅതുക ലിർമതി ബിന്നാർ, ഒരു മണിക്കൂർ ഒരു തീയുടെ ആളൽ പോലെ അടങ്ങുമെന്ന്. കാലം വേഗത്തിലാണെന്ന് ഇപ്പം തോന്നുന്നില്ലേ? മുമ്പ് തോന്നിയിരുന്നില്ലല്ലോ നമുക്കൊക്കെ, ഇപ്പം തോന്നുന്നില്ലേ? വല്ലദീ നഫ്സി ബിയദിഹി ഇൻഷറാഹു സദറുള്ള നബിയാണിത്. എൻ്റെ ആത്മാവേദന അള്ളാഹുവിൻ്റെ കൈകളിലാണോ? അള്ളാഹുവിൽ സത്യം. ലാ തഖൂമു സാഅ, അന്ത്യനാൾ വരികയില്ല. ഹത്താ തുകല്ലിമ സിബാഉൽ ഉൻസ, വന്യമൃഗങ്ങൾ മനുഷ്യനുമായി സംസാരിക്കുന്ന സല്ലപിക്കുന്ന കാലം വരെ. ഇന്ന് മൃഗങ്ങളും വന്യമൃഗങ്ങളും സംസാരിക്കുക, സല്ലപിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വന്യമൃഗമാണ് യഥാർത്ഥത്തിൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റാണ് രാജ്യത്തിൻ്റെ, സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ് വിപ്ലവം നടക്കുക. മനുഷ്യരോട് മുഖാമുഖം വന്ന് നിൽക്കും വന്യമൃഗങ്ങൾ. അവർ കാടിറങ്ങി നാട്ടിൽ വരും, എന്നിട്ട് അവരോട് സംസാരിക്കും എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അങ്ങോട്ട് വരും. വഹത്ത കൂടെ പറയുക, വഹത്ത തുകല്ലിമ റജുലു അദബത്ത സൗത്തി, തൻ്റെ കയ്യിലിരിക്കുന്ന ഉപകരണത്തിൻ്റെ തലയോട് മനുഷ്യൻ സംസാരിക്കുന്ന കാലം വരും. വഷിറാക്ക നഅലിഹി, താൻ ധരിച്ച ചെരുപ്പിൻ്റെ വാറിനോട് പോലും അവന് സംസാരിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, അവൻ്റെ കയ്യിൽ ശരീരത്തിൽ ധരിക്കുന്ന ഏതുപകരണവും ടോക്കബിളായിരിക്കുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. തൻ്റെ കയ്യിലിരിക്കുന്ന ഏതുപകരണങ്ങളും ടോക്കബിളായി മാറുന്ന ഒരു കാലം വരും എന്ന് റസൂലുള്ളാഹി പറയും. ഇതാർക്ക് പറയാൻ പറ്റും? അലം നഷ്റഹ് ലക സദറക്. പോരാ, കേട്ടോളൂ. വയുഖ്ബിറുഹു ഫഖദുഹു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മനുഷ്യൻ്റെ തൊട അവനോട് വിളിച്ചു പറയും, ബിമാ അഹ്ദഥ അഹ്ലഹു ബഅദ, അവൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് വീട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അവൻ്റെ തൊട അവനോട് വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇല്ലേ? തൊടയോട് ചേർന്ന് കിടക്കുന്ന പാൻറ്റിൻ്റെ പോക്കറ്റിലെ കമ്മീഷൻ്റെ പോക്കറ്റിലല്ലേ പലപ്പോഴും അത് വിളിച്ചിട്ടാണ് വീട്ടിൽ മോൻ വീണു മുട്ടുപൊട്ടി ഇല്ലേ പറയുമെന്ന് റസൂലുള്ളാഹി. ഇത് അന്ന് പറഞ്ഞ റസൂലാണിത്. അലം നഷ്റഹ് ലക സദറക, കൂട്ടത്തിൽ പറഞ്ഞു നബിയെ വറഫഅനാ ലക ദിക്റക. ഇതൊക്കെ ആയിരിക്കുമ്പോഴും അങ്ങയുടെ നാമത്തെ, അങ്ങയുടെ പ്രകീർത്തനത്തെ നാം ലോകത്തുയർത്തി പറയുമെന്ന് അന്നേ പറഞ്ഞു തുടങ്ങി. അല്ലാഹു ഇസ്മൻ നബിയ്യി ഇലസ്മി ഇത് ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അഷ്ഹദു. ഹദീസിൽ കാണാൻ പാടില്ലേ? അല്ലാഹു തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൻ്റെ പേര് അടർത്തി കൊടുത്തതാണ്.
ഇത് ഖാല ഫിൽ ഖംസി, 5 നേരത്തെ നമസ്കാരത്തിൽ മുഅദ്ദിൻമാർ അഷ്ഹദു പറയുമ്പോൾ അള്ളാഹു തൻ്റെ പേരിനോട് മുഹമ്മദിൻ്റെ പേര് ചേർത്ത് പിടിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അന്നേ പാടുകയാണ്, സഹാബാക്കൾ പാടുകയാണ്. വശഖ്ഖ ലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു വദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. അള്ളാഹു അടർത്തിയെടുത്തു. അർഷിൻ്റെ ഉടയവൻ, അൽഹംദിൻ്റെ ഉടയവൻ മഹ്മൂദാണ്, ഇതോ മുഹമ്മദാണ്. രണ്ടും ഹംദിൽ നിന്ന് വന്നതാണ്. അള്ളാഹു മഹ്മൂദാണ്, ഇത് മുഹമ്മദാണെന്ന് പാടിയതുപോലെ എന്നും നബിയെ അങ്ങേ വാഴ്ത്തിപ്പാടും, ലോകം വാഴ്ത്തിപ്പാടും. ജി ശങ്കരക്കുറുപ്പ് പാടും, അലയടിച്ചിടുന്നിത് അന്തരീക്ഷത്തിൻ്റെ ചലനത്തിലൊക്കെയൊരു സുഗന്ധം, മതകരം സുഖകരം അഭിനവ ചൈതന്യം, അവനിക്കരുളുമൊരു സുഗന്ധം. ഇങ്ങനെ പാടി അതിരുകളൊന്നും വകവച്ചിടാതെ തൻ ഇതളുകളേതു പരം വിടർത്തി, നബിതൻ അനുഭവത്തിൻ്റെ തടത്തില നറുമലരെന്നോ വിരിഞ്ഞുപോലും. ഹിന്ദുവായ ആളുകളുടെ നാവ് കൊണ്ടും സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാനം നേടിയ, ഇന്ത്യയുടെ ജ്ഞാനപീഠം നേടിയ ജി ശങ്കരക്കുറുപ്പ്, കുമാരനാശാൻ, വള്ളത്തോൾ, ശ്രീനാരായണ ഗുരു നല്ല നാക്കുകൾ മുഴുവൻ നബിയെ മദ്ഹ് ചെയ്യും. നബിയെ വറഫനാലക്കതിക്കറക്ക്, നല്ല നാക്കുകൾക്ക് അങ്ങയുടെ മദ്ഹ് പാടാതിരിക്കാൻ കഴിയില്ല, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല നാക്കുകൾ മുഴുവൻ വാഴ്ത്തി. വില്യം ഷേക്സ്പിയർ വാഴ്ത്തി, ബെർണാഡ് ഷാ വാഴ്ത്തി, അതുപോലെ തന്നെ ലോകത്തെ ചിന്തകന്മാർ മുഴുവൻ വാഴ്ത്തി. മൈക്കിൾ എച്ച് ഹാർട്ട് വാഴ്ത്തി. ചീഞ്ഞ നാക്കുകൾ മുഴുവൻ ഇകഴ്ത്തി മുഹമ്മദ് മുസ്തഫയെ. ചീഞ്ഞ നാക്കുകൾ മുഴുവൻ നബിയെ നിന്ദിച്ചു. ഒരു നല്ല നാക്കും ഗാന്ധിജി വാഴ്ത്തി. ഒരു നല്ല നാക്കും നബിയെ വാഴ്ത്താതിരുന്നിട്ടില്ല, പുകഴ്ത്താതിരുന്നിട്ടില്ല, പാടാതിരുന്നിട്ടില്ല, പറയാതിരുന്നിട്ടില്ല. ഒരു ചീഞ്ഞ നാക്കും റസൂലിനെ നല്ലത് പറഞ്ഞിട്ടുമില്ല. ചീത്ത പറഞ്ഞ ഏതൊരുത്തിനെടുത്ത് നോക്കിയോ അവൻ ചീഞ്ഞവനാണെന്ന് അവൻ്റെ ബയോഗ്രഫി പറയും. അതാണ് റസൂൽ. അതുകൊണ്ട് റസൂലിനെ പാടണം, റസൂലിനെ പറയണം, റസൂലിനെ ഓർക്കണം. പക്ഷേ അതിരുകൾ ലംഘിക്കരുത്, അനാവശ്യമായി ആരാധനാപരമാക്കി തീർക്കരുത്, ഇല്ലാത്തത് വെച്ച് കെട്ടരുതെന്ന് മാത്രമേ ഉള്ളൂ. അതിലൂടെയാണ് റസൂൽ നമ്മുടെ മനസ്സുകളിൽ, ഇളം മനസ്സുകളിൽ ഇടം പിടിക്കേണ്ടത്. ആ റസൂൽ റോൾ മോഡലാകേണ്ടത്. അതിനുവേണ്ടി നാം നമ്മുടെ വിലപ്പെട്ട സമയത്ത് റസൂൽ പരിചയത്തിന് വേണ്ടി മാറ്റിവെക്കണം. റസൂൽ പ്രബോധനത്തിൻ്റെ സമയമായി മാസത്തെ ആചാരങ്ങളിൽ താല്പര്യമില്ലാത്തവർ പോലും, അല്ലെങ്കിൽ പ്രത്യേകമായ വെച്ചുകെട്ടുകളിൽ താല്പര്യമില്ലാത്തവർ പോലും ഏറ്റെടുത്തിരിക്കുന്നത് ആ അർത്ഥത്തിലാണ്. അതുകൊണ്ട് നമുക്ക് പുണ്യ റസൂലിലേക്ക് കൂടുതൽ ശക്തിയോടുകൂടി എത്തി നോക്കുകയും ആ തിരുജീവിതത്തെ സഹാബാക്കൾ എങ്ങനെ സ്നേഹിച്ചോ അനുകരിച്ചോ അതുപോലെ അനുകരിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ആ സ്നേഹം കുറഞ്ഞു പോയാൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ ശിക്ഷ വരുന്ന നിമിഷം കാത്തിരുന്നോളൂ. പരിശുദ്ധ ഖുർആൻ. സ്നേഹം കുറഞ്ഞു പോയാൽ നിന്റെ വാപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, നിന്റെ കടയേക്കാൾ ഒരിറ്റു സ്നേഹം കുറഞ്ഞു പോയാൽ ശിക്ഷ വരുന്ന നിമിഷത്തിന് കാതോർത്തുകൊള്ളൂ. ഖുർആൻ. പേടിക്കണ്ടേ? സ്നേഹം ശരിക്കും അവിടെ ഉണ്ടോ? അവിടെ തന്നെ ഉണ്ടോ? അതിനുവേണ്ടി വല്ലതും ചെയ്യണുണ്ടോ? ശിക്ഷ അദാബ് വരുമെന്ന് അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലിനെ നമുക്ക് സ്നേഹിക്കുക, റസൂലിനെ പറയുക, റസൂലിനെ എല്ലാവിധത്തിലും അനുകരിക്കുക, ആ ജീവിതം തെരഞ്ഞു പിടിച്ച് പിൻപറ്റുക. റസൂൽ പറഞ്ഞതേ ഇവിടെ നടക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ ഫോണിൻ്റെ കഥയല്ലേ പറഞ്ഞേ. വീട്ടിൽ നടക്കുന്ന സംഭവം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ അവനോട് വിളിച്ചു പറയുന്ന കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഇൻഷറാഹ് സദറോടുകൂടി ലോകത്തോട് വിളിച്ചു പറയാൻ ലോകത്തൊരു മനുഷ്യന് പറ്റുമോ? ഞാൻ ഈ ഹദീസ് 40 കൊല്ലം മുമ്പ് വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്ന്. മൊബൈലൊന്നുമില്ല, ഇതെന്തായി പറയണമെന്ന്. 40 കൊല്ലം മുമ്പാണ് ഞാൻ ഈ ഹദീസ് പഠിച്ചത്. അന്ന് ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട് എന്തായി പറയണമെന്ന്. പിന്നെ ഇപ്പോഴായിരിക്കും മനസ്സിലാകുന്ന ഹദീസിൻ്റെ അർത്ഥം. ഇതാണ് റസൂൽ. ഈ റസൂലിനെ അറിയാം, റസൂലിനെ ആഗ്രഹിക്കാം, ഈ റസൂലിനെ പിൻപറ്റാം. അങ്ങനെ അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് നമുക്ക് അർഹരായി മാറാൻ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.